നമസ്കാരം, ഞാൻ ബൈജു നായർ. ഞാൻ ആദ്യമായിട്ട് ഈ വീട് വയ്ക്കുമ്പോൾ തീരുമാനിച്ചൊരു കാര്യം ഓട്ടോമാറ്റിക് ഗേറ്റ് വേണമെന്നുള്ള കാര്യമായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ ഒരു ഓട്ടോമാറ്റിക് ഗേറ്റ് ഫിറ്റ് ചെയ്തു. പക്ഷേ ആ ഗേറ്റ് എന്നും പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. 2-3 പ്രശ്നങ്ങളായിരുന്നു. ഒന്ന്, ഇതിൻ്റെ വീൽ എപ്പോഴും ചാടിപ്പോവും, ഈ റെയിലിൽ നിന്ന് ചാടിപ്പോവും. മറ്റൊന്ന്, ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് ഞാൻ ദീപുവിനെ പരിചയപ്പെടുന്നത്. ദീപുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ റാപ്പിഡ് ഫയറിൽ ഒരിക്കൽ വരികയും എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ദീപു പറഞ്ഞു ഞാനിങ്ങനെ ഓട്ടോമാറ്റിക് ഗേറ്റൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ഇഷ്യൂ എൻ്റെ ഗേറ്റിനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ദീപു വന്ന് ഇവിടെ കണ്ടു, എല്ലാ കാര്യങ്ങളും മാറ്റി. അത് കുറേ കാര്യങ്ങളുടെ അത് മാറ്റി, മോട്ടറടക്കം മാറ്റി, ഈ വീല് മാറ്റി. അങ്ങനെ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗേറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു വലിയ വളവാണ് എന്നുള്ളതാണ്. നമ്മൾ ഇടുക്കിക്കൊക്കെ പോകുമ്പോൾ ഹെയർപിൻ പോലൊരു വളവ് തിരിഞ്ഞാണ് ഈ ഗേറ്റ് പോകുന്നത്. സാധാരണഗതിയിൽ നേരെ തുറക്കുന്ന ഗേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി സാങ്കേതികമായി എളുപ്പമുണ്ടാകും കാര്യങ്ങൾ. പക്ഷേ ഇതങ്ങനെയല്ല, വളഞ്ഞങ്ങനെ പോവാണ്. അതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങൾ ആദ്യകാലത്ത് നേരിട്ട് അതുകൊണ്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറിയെന്ന് മാത്രവുമല്ല, കുറേ സെൻസേഴ്സൊക്കെ വെച്ചതുകൊണ്ട് വളരെ സുരക്ഷിതവുമായി. അപ്പോൾ ഞാനങ്ങനെ ദീപുവിനോട് പറഞ്ഞു, പലരും ഈ ഒരു ഓട്ടോമാറ്റിക് ഗേറ്റ് ഫിറ്റ് ചെയ്യാൻ മടിക്കുന്നുള്ള കാരണം അടുത്ത കാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഒന്ന്, ഒരു കുട്ടി ഈ ഗേറ്റിൽ കുരുങ്ങി മരിക്കുകയുണ്ടായി. പിന്നെ ഒരു സ്ത്രീയുടെ പുറത്തേക്ക് ഗേറ്റ് വീണു. അങ്ങനെയുള്ളപ്പോൾ പലരും മടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ദീപുവിനോട് സംസാരിച്ചപ്പോൾ ദീപു പറഞ്ഞു അത്തരം കാര്യങ്ങൾ ഒരു അവയർനെസ് നമുക്ക് കൊടുക്കാം, അത്തരം കാര്യങ്ങളൊന്ന് വിശദമായി സംസാരിക്കാമെന്ന് പറഞ്ഞു. ശരിക്കും സേഫാണോ ഇത്? പിന്നെ തീർച്ചയായിട്ടും. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാൾ കുരുങ്ങി മരിക്കാനിട വരുന്നത്? കുരുങ്ങി മരിക്കാൻ അത് നമുക്ക് ഈ ഒരു സേഫ്റ്റി സെൻസർ എക്സ്ട്രാ നമ്മൾ ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഗേറ്റ് നമ്മുടെ ദേഹത്തേക്ക് വന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് ടച്ച് ചെയ്തിട്ട് തിരിച്ചു പോകും. അതേസമയം അന്ന് ആക്സിഡന്റ് നടന്ന വീട്ടിൽ ഇങ്ങനെ ഒരു സേഫ്റ്റി സെൻസർ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ജാമായി പോയത്. അപ്പം ഇങ്ങനൊരു സേഫ്റ്റി സെൻസർ, ഇതൊരു എഡ്ജ് സേഫ്റ്റി സെൻസറാണ്. ഈ സേഫ്റ്റി സെൻസറിൽ ജസ്റ്റ് നമുക്കൊരു ചെറിയൊരു പ്രഷർ പോയാൽ മതി. ആ പ്രഷർ പോകുമ്പോൾ തന്നെ ഗേറ്റ് തിരിച്ച് പോകും. ഇത് തന്നെയല്ലേ നമ്മൾ മെട്രോ ട്രെയിനിൽ കയറുമ്പോൾ ഡോറുകളിൽ ഈ സ്പീഡ് ഡോറ് അങ്ങനെ വരുന്ന ഡോറുകൾക്ക് എഡ്ജിൽ വെക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത്. അതേ സിസ്റ്റം തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത്. ഇത് ഗേറ്റിന് വേണ്ടി ഡിസൈൻ ചെയ്തത്. ടെക്നോളജി ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷേ ഗേറ്റിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ സെൻസർ എന്താണ്? ഇതും നോർമൽ സേഫ്റ്റി സെൻസർ തന്നെയാണ്. ഇതും നമുക്കൊരു വണ്ടി കയറി വരുന്ന സമയത്ത്, ഇവിടുന്ന് കയറി വരുന്ന സമയത്ത് ഫസ്റ്റ് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഗേറ്റ് തിരിഞ്ഞു. അങ്ങനെ 2 സെൻസേഴ്സ് തന്നെ നമ്മൾ ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 100% ഇത് സേഫ്റ്റി തന്നെയാണ് ഉറപ്പിക്കുക. അതുപോലെ ഞാൻ ആദ്യം നേരിട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ വീല് ചാടി പോകാന്നുള്ളതാണ്, ഈ റെയിലിൽ നിന്നും. അതിനുശേഷം അത് ദീപു ആ വീല് മൊത്തം മാറ്റി. ഇപ്പം എന്താണ് ഈ വീലിൽ ചെയ്തിരിക്കുന്നത്? ഈ വീല് നോർമലി മാർക്കറ്റിൽ കിട്ടുന്ന വീലിന് കുറച്ച് ഇത് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവുക, നമ്മളുടെ ഈ റെയിലിൽ നിന്ന് പുറത്ത് ചാടി പോവുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഇഷ്യൂസുകളുണ്ട്. അതിപ്പം പൊതുവേ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീല്, ഇത് ഹാൻഡ് മെയ്ഡാണ്. ഇത് ഇച്ചിരി റേറ്റ് വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ വർക്ക് കൂടുതലാണ്. കുറച്ച് നല്ല സമയം എടുത്തിട്ട് ഇങ്ങനെ ഒരു വീല് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമ്മൾ ലൈറ്റിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ്, സ്പെഷ്യൽ വീലാണ്. ഈ വീല് വെച്ചിട്ട് നമുക്ക് ഒരു കാരണവശാലും ഈ പറഞ്ഞ റെയിലിൽ നിന്ന് ഇത് ചാടിപ്പോവില്ല. കാര്യം അതിനകത്ത് തന്നെ ഒരു പിടുത്തമുണ്ട്. പിന്നെ ഇതിന് വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ ഇച്ചിരി നല്ല കൂടിയതാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിനൊരു ഒലച്ചിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് സേഫ്റ്റി ആയിട്ട് ഇത് കിടക്കും. ശരിയാണ്, വളരെ കൃത്യമാണ്. ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഇത് അടയുന്നതും തുറക്കുന്നതും ഒക്കെ വളരെ വെയിറ്റോട് കൂടിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അത് പോകുന്നത്. അതുപോലെ ഇതിൻ്റെ മോട്ടറും പാടെ മാറ്റിയല്ലോ. അപ്പോൾ ഫോക്സ്ടെക് എന്ന് പറയുന്ന കമ്പനിയാണ് നിങ്ങളുടെ കമ്പനി അല്ലേ? ഫോക്സ്ടെക്കിന് തന്നെ മോട്ടറാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലെന്താണ് മാറ്റം വരുത്തിയത്? എൻ്റെ ആ മോട്ടർ എടുത്ത് മാറ്റിയാണല്ലോ ഇത് വെച്ചത്. അതെ, പഴയ മോട്ടറിനകത്തുള്ളത് ഒരു ഭയങ്കര ഒരു സാധാരണ ഒരു മോട്ടറായിരുന്നു വച്ചിരുന്നത്. നമുക്ക് ഈ കർവ് ഗേറ്റ് ഇങ്ങനെയുള്ള ഗേറ്റുകളിലൊക്കെ നമ്മൾ മോട്ടർ വെക്കുമ്പോൾ നമുക്ക് സ്പെഷ്യൽ മോട്ടർ തന്നെ വെക്കണം. ഇത് 1500 എന്ന് പറഞ്ഞ ഒരു മോട്ടറാണ് വരുന്നത്. ഇത് 1500 കിലോ വരെ സപ്പോർട്ട് ചെയ്യും. ഇതിനകത്തെ മെക്കാനിസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഗിയർ ബോക്സിനകത്ത് ഓയിൽ ഫിൽഡ് ആണ്. അപ്പോൾ ഇത് ഓവർ ഹീറ്റ് ആയാലും ഇതിനെ പെട്ടെന്ന് കൂൾ ചെയ്യാനുള്ള ടെക്നോളജി അങ്ങനെയൊക്കെ ഉണ്ട്. അത് തന്നെ ഇന്ത്യയിൽ നമ്മളാണ് ഇത് കൂടുതലായിട്ട് ഇങ്ങനെ ടൈപ്പിലുള്ള മോട്ടറുകൾ കൊടുക്കുന്നത്. ഇത് ഓരോ മോട്ടറിനും ഓരോ വ്യത്യാസമുണ്ട്. ഈ മോട്ടറിനാണ് ഇങ്ങനെ വരുന്നത്. പക്ഷേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിറ്റോ അല്ലെങ്കിൽ ഈ വീലൊന്ന് ഇച്ചിരി ഒന്ന് ജാം ആയാലോ ഇത് എടുത്തുകൊണ്ട് പോയിക്കോളൂ. അതല്ല ഇനി എന്തെങ്കിലും രീതിയിലുണ്ടെങ്കിൽ അത് സേഫ്റ്റി ആയിട്ട് തന്നെ അത് ഓവർ കറണ്ട് സെൻസ് ചെയ്ത് നിൽക്കുമോ, അങ്ങനെയുള്ള കുറേ അഡീഷണൽ ഫീച്ചേഴ്സ് ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കർവ് ഗേറ്റിലൊക്കെ ഇങ്ങനെയുള്ള നല്ല മോട്ടറുകൾ വെക്കുക. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു മോട്ടർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു മോട്ടർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സൈറ്റിൽ വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ സൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഇത്തരം കേർവ്ഡ് ആണോ അതുപോലെ തന്നെ പ്ലെയിൻ ആണോ അത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും കസ്റ്റമൈസ് ചെയ്യണം. കസ്റ്റമൈസ് ചെയ്ത് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തലവേദനകളൊന്നുമില്ല.
നമുക്ക് ഉപയോഗിക്കാം. മറ്റേതെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ മോട്ടറിൻ്റെ ഇഷ്യൂ ആണോ ഗേറ്റിൻ്റെ ഇഷ്യൂ ആണോ എന്നൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ഇഷ്യൂസ് ഒക്കെ മാറി. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. മോട്ടറിൻ്റെ പവർഫുള്ളാണ്, ഗേറ്റ് ആണ്. ഇനി വീലിന് എന്തെങ്കിലും ഇഷ്യൂസ് പറ്റിക്കഴിഞ്ഞാൽ വീലിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഷോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. അപ്പോൾ എന്താണ് ഇതിന് വരാവുന്ന മെയിൻ്റെനൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വീടിൻ്റെ ഉടമ എന്തൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ മെയിൻ്റെനൻസ് ചെയ്യണം? ഓക്കെ, ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഈ വീല് കർവ് ചെയ്ത് പോകുന്നത് കൊണ്ട് വീലിൻ്റെ അകത്ത് സെൻറ്ററിൽ ചെറിയ കല്ലുകൾ അല്ലെങ്കിൽ അഴുക്കുകൾ കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ റെയിലിൻ്റെ അവിടെ ഒന്ന് പ്രഷർ പമ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക, അതല്ലെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഒന്ന് പക്കയാക്കി ഇടുക എന്നതാണ് ആദ്യമേ നമ്മൾ ചെയ്യേണ്ട ഇത്. പിന്നെ കാലക്രമേണ നമ്മുടെ ക്ലൈമറ്റിന് മാറ്റം അനുസരിച്ചിട്ട് ചെറിയ ഓയിലിംഗ് ചെയ്ത് കൊടുക്കുക. വീലിൽ കാര്യങ്ങൾ ഓയിലിംഗ് ചെയ്യുക. വീല് മാത്രം മതി, നമ്മുടെ മോട്ടറിലോ ഗിയർ നമ്മുടെ റാക്കിലോ ഒന്നും ചെയ്യേണ്ട. ഈ വീല് സ്മൂത്തായിട്ട് ഓടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെയ്തു കൊടുക്കുക. ഇത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഏറ്റവും സൗകര്യപ്രദമായ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇങ്ങനെയുള്ള വീടിനേക്കാളൊക്കെ ഉപരി ചെറിയ വീതി കുറഞ്ഞ വഴിയുടെ സൈഡിലൊക്കെയുള്ള വീടുകളാകുമ്പോൾ നിങ്ങൾ വാഹനം കൊണ്ടുവന്ന് നിർത്തി സൈഡിലിട്ടിട്ട് ഗേറ്റ് തുറന്നകത്തേക്ക് കയറുന്നു. ഇതൊക്കെ വലിയ ട്രാഫിക് ബ്ലോക്ക് പോലെ ഉണ്ടാകും. അതിനാണ് ഏറ്റവും പറ്റിയത് ഇത്തരത്തിലുള്ള ഗേറ്റുകൾ. ഇത് കണ്ടു, ഇതൊരു റിമോട്ടാണ്. ഈ റിമോട്ട് ഇവർ തരുന്നുണ്ട്. ഈ റിമോട്ട് നമ്മൾ ഓരോ വാഹനത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചാൽ വേണമെങ്കിൽ തുറക്കാം. അല്ലെങ്കിൽ ആപ്പുണ്ട്, ആപ്പിൽ നമ്മൾ ഇവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ വഴി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇത് കൂടാതെ വീടിനകത്തൊരു സ്വിച്ച് ഉണ്ട്. ഇപ്പോൾ വീട്ടിലൊരു മെയ്ഡൊക്കെയാണ്, അവരാണ് ഇത് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അവർ ആ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ തുറക്കുകയും അടയുകയൊക്കെ ചെയ്യും. അങ്ങനെ വളരെ കൺവീനിയൻ്റ് ആണ് ഇത്തരം കാര്യങ്ങൾ. പക്ഷേ ഈ പറഞ്ഞ പോലെ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ കുറഞ്ഞ റേറ്റിലൊക്കെ ചെയ്തു തരുന്നവരുണ്ട്. അതാണ് എനിക്ക് ആദ്യം പറ്റിയത്. കുറഞ്ഞ റേറ്റ് ചെയ്തു തന്നു, അത് പാടെ മാറ്റേണ്ടി വന്നു പിന്നീട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള സേഫ്റ്റി മെഷേഴ്സ് എല്ലാം തന്നെ കൃത്യമായിട്ട് നോക്കുക. അപ്പം ദീപൻ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ മാത്രമാണോ ഇതുള്ളത്? ഇല്ല, നമ്മൾ പാൻ ഇന്ത്യയിലെ സപ്ലൈസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും നമ്മുടെ ചാനൽ പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള ചാനൽ പാർട്ട്ണർ ത്രൂ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സർവീസ് നിങ്ങൾക്ക് ഇന്ത്യയിൽ എല്ലായിടത്തും ലഭ്യമാണോ? ചെയ്യാൻ പറ്റും. നമ്മുടെ ചാനൽ പാർട്ട്നേഴ്സ് എല്ലാം ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ എല്ലാ ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഒരു സൈറ്റ് കണ്ടാൽ തന്നെ അവർക്കറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യങ്ങളിലൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ആ കസ്റ്റമറിൻ്റെ അടുത്ത് ഒരു മോട്ടോർ സെലക്ട് ചെയ്യുന്നതും അതിന് എന്തൊക്കെ വേണമെന്ന് കൊടുക്കും, അതിൻ്റെ പ്രൈസിങ്ങും എല്ലാം വർക്കൗട്ട് ചെയ്യുന്നത്. അതിന് ബേസ് ചെയ്തിട്ടാണ് ആ സൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ സാധിക്കും. എത്ര ലെങ്ത് ഉള്ള ഗേറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതുവരെ ഞങ്ങൾ ഈ കർവ് ഗേറ്റിൽ നമ്മൾ ഏകദേശം 20 മീറ്റർ 21 മീറ്റർ വരെയൊക്കെ ഉള്ളത് ചെയ്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ഗേറ്റിൽ ഞങ്ങൾ ഏകദേശം 28 മീറ്റർ വരെ ഉള്ള ഗേറ്റുകളിലൊക്കെ മോട്ടർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് കണ്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു ഗേറ്റ് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം, ദീപുവിനെ വിളിക്കുക. വിശ്വസ്തയോട് ചെയ്തു തരും. എനിക്കതിന് തെളിവുണ്ട്, കാരണം ഞാൻ കുറേ കാലമായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും വളരെ കൺവീനിയൻ്റ് ആണ്. സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും പോകാതിരുന്നാൽ മതി. എനിക്ക് വന്നത് ഞാൻ ആദ്യം ചെയ്ത ഗേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പകുതി റേറ്റിന് ഞാൻ ചെയ്തത്. പക്ഷേ അത് മുഴുവൻ മാറ്റേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ നല്ല നിലവാരമുള്ള ഗേറ്റ് തന്നെ ഫിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇനി സുരക്ഷിതമായ ഗേറ്റുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.